ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇലക്ട്രിക്കൽ എക്സാം സ്റ്റഡി ഹബ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിൻ്റെ ഇലുമിനേഷൻ റിലേറ്റഡ് ആയിട്ട് കേരള PSC പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the initial color of sodium vapor lamp when it is switched on. അതായത് ടൈപ്സ് ഓഫ് ലാമ്പ് എന്നൊരു ടോപ്പിക് ഉണ്ട് ഇലുമിനേഷനിൽ. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാമ്പുകൾ നമ്മൾ പഠിക്കും. കാർബൺ ആർക്ക് ലാമ്പ്, അതുപോലെ സോഡിയം വേപ്പർ ലാമ്പ്, മെർക്കുറി വേപ്പർ ലാമ്പ്, അങ്ങനെ കുറേ ലാമ്പുകൾ നമ്മൾ അതിനകത്ത് പഠിച്ചു വരുന്നതാണ്. അപ്പോൾ അതിനകത്തുള്ള സോഡിയം വേപ്പർ ലാമ്പ് നമ്മൾ ഇനീഷ്യലായി സ്വിച്ച് ചെയ്യുമ്പോൾ എന്ത് കളറാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ്. അത് പിങ്ക് കളറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും അതിൻ്റെ കളർ യെല്ലോ കളറാണ് അല്ലേ, യെല്ലോ ലൈറ്റാണ് കുറച്ച് നേരം. അതായത് ഇനീഷ്യലായി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കളർ എന്ന് പറയുന്നത് പിങ്ക് കളറാണ്. ഓർത്ത് വെക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞ് കുറച്ച് ടൈം എടുക്കും, ഒരു 5 minutes അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ നമുക്ക് കിട്ടുന്നത് യെല്ലോ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നീട് കേട്ടോ. അതും കൂടി ആലോചിക്കണം. പെട്ടെന്ന് നമ്മൾ യെല്ലോ കളർന്ന് ടിക്ക് ചെയ്ത് പോകരുത്. കാരണം സോഡിയം വേപ്പർ ലാമ്പിൻ്റെ കളർ യെല്ലോ ആണ്. പക്ഷേ ഇനീഷ്യൽ കളർ, ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക, ഇനീഷ്യൽ കളർ എന്ന് പറയുന്നത് അത് പിങ്ക് കളറാണ്. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എവിടേക്കാണ് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ്, ഇൻഡസ്ട്രിയൽ ലൈറ്റിങ്ങിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ സോഡിയം വേപ്പർ ലാമ്പ് യൂസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ മാറിപ്പോകരുത് കേട്ടോ. അപ്ലിക്കേഷൻസും പഠിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റ് യെല്ലോ കളറാണ് പിന്നീട്. അപ്പോൾ ഇനീഷ്യൽ കളർ പിങ്ക് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, കാൻഡില ഈസ് ദ യൂണിറ്റ് ഓഫ്. കാൻഡില എന്തിൻ്റെ യൂണിറ്റ് ആണ്? അതായത് ഫ്ലക്സ് ഡെൻസിറ്റി, ഫ്ലക്സ് ഇൻറ്റൻസിറ്റി, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ലൂമിനസ് ഫ്ലക്സ്. അപ്പോൾ കാൻഡില എന്തിൻ്റെ യൂണിറ്റാ? ആലോചിച്ച് നോക്കിയേക്കാം. അപ്പോൾ യൂണിറ്റ്സുകൾ, അതായത് കുറച്ച് ടെർമിനോളജീസ് നിങ്ങൾ ഈ ഇലുമിനേഷൻ റിലേറ്റഡ് ആയിട്ട് പഠിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ അതിൽ കാൻഡിലയുടെ യൂണിറ്റ്, അതായത് ഇതിനൊരു ട്രിക്കൊക്കെ ഉണ്ട്. അതായത് ഓർത്ത് വെക്കാൻ, ലൂമിനസ് ഇൻറ്റൻസിറ്റി അല്ലേ, അപ്പോൾ LI, ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് C. അപ്പോൾ LIC എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കാൻഡിലയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് LIC. അപ്പോൾ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ കാൻഡിലയാണ് യൂണിറ്റ് കേട്ടോ. പിന്നെന്താണ് അടുത്തത് നോക്കിയേ, നമുക്ക് ലൂമിനസ് ഫ്ലക്സ് ഉണ്ട് അല്ലേ. ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ്, ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലൂമൻ ആണ് കേട്ടോ. ലൂമൻ ഓർത്ത് വയ്ക്കാം. ലൂമിനസ് ഫ്ലക്സ് ലൂമൻ. ഇലുമിനൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ലെക്സ് ആണ് യൂണിറ്റ് കേട്ടോ. ലെക്സ് ആണ് യൂണിറ്റ്. അങ്ങനെ കുറച്ച് ടെർമിനോളജീസ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, ഡാഷ് ഈസ് യൂസ്ഡ് as filament in incandescent lamp. വീണ്ടും നമ്മുടെ ലാമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇൻകാൻഡിസെൻറ്റ് ലാമ്പൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരാൾക്കാരാണല്ലേ ഇൻകാൻഡിസെൻറ്റ് ലാമ്പ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഫിലമെൻറ്റിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അതേതാണ്? ടങ്സ്റ്റൺ ആണ് ഇതിൽ യൂസ് ചെയ്യുന്ന ഫിലമെൻറ്റ് കേട്ടോ. ഏതാണ്? ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. അതായത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ചിലപ്പോൾ ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ എന്താണ് ടങ്സ്റ്റൻ്റെ പ്രത്യേകത? ഇറ്റ് ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. പിന്നെന്താ പറയേണ്ടത്? ഇറ്റ് ഡസ് നോട്ട് മെൽറ്റ് ഈവൻ വെയിൽ ഇറ്റ് ഈസ് ഗ്ലോയിങ് ഫോർ ലോങ് അവേഴ്സ് എന്നുള്ള പ്രത്യേകത കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകാൻഡിസെൻറ്റ് ലാമ്പിനകത്ത് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് യൂസ് ചെയ്യുന്നത്. Next, question number 4, which material is coated in tungsten electrode of a fluorescent tube lamp? അതായത് ഫ്ലൂറസെൻറ്റ് ട്യൂബ് ലാമ്പിനകത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, ഏത് മെറ്റീരിയൽ ആണ് നമ്മൾ കോട്ടഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഓഫ് എ ഫ്ലൂറസെൻറ്റ് ട്യൂബ് ലാമ്പ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏതാണ്? ബേരിയം ആൻഡ് സ്ട്രോൺഷ്യം ഓക്സൈഡ് ആണ്. ഓപ്ഷൻ D ആണ് ഇതിനകത്ത് വരുന്ന കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പോൾ ദ ഇലക്ട്രോഡ്സ് ആർ ടിപ്പിക്കലി മെയ്ഡ് അപ്പ് ഓഫ് കോയിൽഡ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ്സിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അറിഞ്ഞിരിക്കുക. അപ്പോൾ ബേരിയം ആൻഡ് സ്ട്രോൺഷ്യം ഓക്സൈഡ് ആണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി വേറൊരു കേസ് ഉണ്ട്. ഇനി നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഫോസ്ഫർ പൗഡർ ഒക്കെ യൂസ് ചെയ്യാറില്ലേ ഇന്നർ സർഫസ് ഓഫ് എ ഗ്യാസ് ട്യൂബിൽ. അതായത് നമ്മുടെ ഫ്ലൂറസെൻറ്റ് പൗഡറിൻ്റെ പേര് തന്നെയാണ് കേട്ടോ ഫോസ്ഫർ കോട്ടിങ്. ചിലപ്പോൾ ആ ഒരു രീതിയിൽ, അതായത് ഇവിടെ ഫോസ്ഫർ പൗഡർ ഓപ്ഷൻ B എന്നൊക്കെ തന്നിട്ടുണ്ട്. അതായത് ഫ്ലൂറസെൻറ്റ് പൗഡറിൻ്റെ വേറൊരു നെയിമാണ്. നമുക്കതൊരു ഡൗട്ടായി വരാറുണ്ട്. കാരണം അതായിക്കൂടെ, അത് കോട്ട് ചെയ്തൂടെ ഇന്നർ സർഫസ് ഓഫ് എ ഗ്യാസ്
ട്യൂബിലാണ് നമ്മൾ സാധാരണ എന്താണ് ഫോസ്ഫർ പൗഡർ അല്ലെങ്കിൽ ഫ്ലൂറസെൻറ്റ് പൗഡർ ആഡ് ചെയ്യുന്നത്. ഇതിലെന്താ ചോദിച്ചിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൽ കോട്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോസ്ഫർ പൗഡർ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതൊക്കെ ടിക്ക് ചെയ്ത് പോകും. അപ്പോൾ അറിഞ്ഞിരിക്കുക, അത് ഫോസ്ഫർ പൗഡർ അല്ലെങ്കിൽ ഫ്ലൂറസെൻറ്റ് പൗഡർ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഇന്നർ സർഫസ് ഓഫ് എ ഗ്യാസ് ട്യൂബിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇലക്ട്രോഡിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യില്ല കേട്ടോ, അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. Then question number 5. What is the function of leak transformer in high pressure sodium vapor lamp circuit? ഒരു ഹൈ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പിനകത്ത് അതിനകത്തുള്ള എന്തിൻ്റെ ഫംഗ്ഷനാണ്? ലീക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അതായത് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ലീക്ക് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഹൈ ലീക്കേജ് റിയാക്റ്റൻസ് ട്രാൻസ്ഫോമർ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ സോഡിയം വേപ്പർ ലാമ്പിൽ അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലായിട്ട് വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കേസൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷനിൽ നോക്കിയാൽ റെഡ്യൂസ് ദ സ്റ്റാർട്ടിംഗ് കറണ്ട്, റെഡ്യൂസ് ദ വർക്കിംഗ് വോൾട്ടേജ്, ഇൻക്രീസ് ദ വർക്കിംഗ് വോൾട്ടേജ്, ഇഗ്നിറ്റേറ്റ് ദ ഹൈ വോൾട്ടേജ് ഇനീഷ്യലി. അതായത് ഇനീഷ്യൽ വോൾട്ടേജ്, അതായത് അങ്ങനെ ചിലപ്പോൾ ഓപ്ഷനിൽ തരാം. ഇനീഷ്യൽ വോൾട്ടേജ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഓപ്ഷൻ ഡി ആണ് ഇതിനകത്തുള്ള കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. Which is the cold cathode lamp? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കോൾഡ് കാഥോഡ് ലാമ്പ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഇതിലെ കോൾഡ് കാഥോഡ് ലാമ്പ്? നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് ലാമ്പ് ഉണ്ട്. ഒന്ന് കോൾഡ് കാഥോഡ് ലാമ്പും പിന്നെന്താ ഹോട്ട് കാഥോഡ് ലാമ്പ് ഉണ്ട്. അപ്പോൾ കോൾഡ് കാഥോഡ് ലാമ്പിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നിയോൺ ലാമ്പ്, നിയോൺ സൈൻ ട്യൂബ്, സോഡിയം വേപ്പർ ലാമ്പ് ഒക്കെ എന്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ഈ കോൾഡ് കാഥോഡ് ലാമ്പിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഹോട്ട് കാഥോഡ് ലാമ്പിൻ്റെ അണ്ടറിൽ ഏതാണ് നോക്കിയേ? മെർക്കുറി വേപ്പർ ലാമ്പ്, ഫ്ലൂറസെൻറ്റ് ട്യൂബൊക്കെയാണ് ഹോട്ട് കാഥോഡ് ലാമ്പിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മളോട് ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കോൾഡ് കാഥോഡ് ലാമ്പ് അല്ലെങ്കിൽ ഇതൊക്കെ ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പുകളാണ് കേട്ടോ. അതായത് ഗ്യാസ് ഡിസ്ചാർജ് ലാമ്പുകളുടെ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് കോൾഡ് കാഥോഡ് ലാമ്പും ഹോട്ട് കാഥോഡ് ലാമ്പ് എന്ന് പറയുന്നത്. അതാദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോൾഡ് കാഥോഡ് ലാമ്പിന് എക്സാമ്പിൾ ആണ്. അതേതാണ്? നമ്മളുടെ നിയോൺ സൈൻ ലാമ്പാണ് നമ്മളുടെ കോൾഡ് കാഥോഡ് ലാമ്പിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. Then the ratio of illumination under normal working condition to the illumination when everything is clean is known as. അതായത് ഇത് കൂടാതെ നമ്മൾ കുറച്ച് ടെർമിനോളജീസ് പഠിക്കും പറഞ്ഞു അല്ലേ? ലൂമിനസ് ഫ്ലക്സ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, അങ്ങനെയുള്ള കുറച്ച് ടെർമിനോളജീസിൽ വരുന്നത് കൂടാതെ കുറച്ച് വേറെ കുറേ ഫാക്ടേഴ്സ് പഠിക്കും. അതായത് ഡിപ്രീസിയേഷൻ ഫാക്ടർ, യൂട്ടിലൈസേഷൻ ഫാക്ടർ, അബ്സോർപ്ഷൻ ഫാക്ടർ, റിഡക്ഷൻ ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടേംസുകൾ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് അപ്പോൾ നമ്മളോട് ഇതിലിപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? റേഷ്യോ ഓഫ് ഇലൂമിനേഷൻ അണ്ടർ നോർമൽ വർക്കിംഗ് കണ്ടീഷൻ ടു ദ ഇലൂമിനേഷൻ വെൻ എവരിത്തിങ് ഈസ് ക്ലീൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇലൂമിനേഷൻ അണ്ടർ നോർമൽ വർക്കിംഗ് കണ്ടീഷൻ ബൈ ഇലൂമിനേഷൻ വെൻ എവരിത്തിങ് ഈസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്? ഡിപ്രീസിയേഷൻ ഫാക്ടറാണ്. ഏതാണ്? ഡിപ്രീസിയേഷൻ ഫാക്ടറാണ് അതിൻ്റെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. അത് എപ്പോഴും എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. അറിഞ്ഞിരിക്കുക, ലെസ് ദാൻ 1 എപ്പോഴും 1ൽ താഴെയായിരിക്കും കേട്ടോ. ഇനി അടുത്ത എന്താ? യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്താണെന്ന് അറിഞ്ഞോളൂ. അതായത് റേഷ്യോ ഓഫ് ദ ടോട്ടൽ ലൂമിനസ് റീച്ചിങ് ടു ദ വർക്കിംഗ് ടു ദ ടോട്ടൽ ലൂമിനസ് എമിറ്റഡ് ബൈ ദ ലൈറ്റ് സോഴ്സ് ആണ് യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. വരാറുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അബ്സോർപ്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ഓഫ് നെറ്റ് ലൂമൻസ് അവൈലബിൾ ഓൺ ദ വർക്കിംഗ് പ്ലെയിൻ ആഫ്റ്റർ അബ്സോർപ്ഷൻ ടു ദ ടോട്ടൽ ലൂമിനസ് എമിറ്റഡ് ബൈ ദ ലാമ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? അബ്സോർപ്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്ത എന്താ? റിഡക്ഷൻ ഫാക്ടർ. റിഡക്ഷൻ ഞാൻ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് എഴുതാത്തത്, അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. റിഡക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് മീൻ സ്പെരിക്കൽ കാൻഡിൽ പവർ ടു ദ മീൻ ഹൊറിസോണ്ടൽ കാൻഡിൽ പവർ ഓഫ് ദ ലൈറ്റ് സോഴ്സിനെയാണ് റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ നന്നായി നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ ഫാക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പോവാം കേട്ടോ. ഇത് വെച്ച് പ്രോബ്ലംസും വരാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലാമ്പ് ഷോ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ്? താഴെ തന്നിട്ടുള്ള ഏത് ലാമ്പാണ് സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് കാണിക്കുന്നത്? ഏതാണ്? അതായത് നമുക്ക് എന്താ പറയുക, ചെറുതായിട്ട് മൂവ് ചെയ്യുന്ന പോലെയോ അല്ലേ, ഒരു ചെറിയ ഫ്ലിക്കറിങ് പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നതിനെയാണ് നമ്മൾ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഏത് ലാമ്പാണ്
സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലൂറസെൻ്റ് ലാമ്പാണ് കേട്ടോ. ഏതാണ്? ഫ്ലൂറസെൻ്റ് ലാമ്പാണ്. പിന്നെ എന്താണ്? ഒരിക്കലും ഡസ് നോട്ട് സഫർ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ്. ഡസ് നോട്ട് അല്ലേ? അത് വരുന്നത് നമ്മളുടെ ഇൻകാൻഡിസനും ഹാലജനും ആണ് കേട്ടോ. അതുകൂടി ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഇൻകാൻഡിസൻ ലാമ്പ്, ഓപ്ഷൻ സി ഹാലജൻ. അത് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഈ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് കാണിക്കുന്നില്ല. Next, question number 9. A lamp emitting light uniformly in all directions has a mean spherical candle power of 25. What will be the total luminous flux radiated by the lamp in all directions? അപ്പോൾ ഇത് അതായത് ഇലുമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്താ ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് എന്താ? ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? ഫ്ലക്സ് 5 കണ്ടുപിടിക്കണം. ഇതിലെന്താ തന്നിട്ടുള്ളത്? MSCP 25 എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. MSCP എന്താ തന്നിട്ടുള്ളത്? 25 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ എന്താണ്? ലൂമിനസ് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ഈക്വൽ ടു MSCP ഇൻറ്റു 4π. ഈ 4π എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അറിയോ? ടോട്ടൽ സോളിഡ് ആംഗിൾ സറൗണ്ടഡ് ദ സോഴ്സ്. ആ സോഴ്സിന് ചുറ്റുമുള്ള ടോട്ടൽ സോളിഡ് ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ 4π എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, 5 കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? MSCP എന്താ? 25 ഇൻറ്റു 4π ചെയ്താൽ മതി. 25 ഇൻറ്റു 4π ചെയ്താൽ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുക? 25 ഇൻറ്റു 12.5 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയർലി 314.16 ലൂമൻ എന്ന് കിട്ടും. ഓക്കെ, 340.16 ലൂമൻ. അതാണ് ഇവിടെ 340 എന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഓർത്ത് വയ്ക്കുക. അത് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്ലക്സ് കണ്ടുപിടിക്കാൻ MSCP തന്നിട്ടുണ്ട്. അതുപോലെ എന്താണ്? ടോട്ടൽ സോളിഡ് ആംഗിൾ സറൗണ്ടഡ് ദ സോഴ്സ്, അതാണ് 4π എന്ന് പറയുന്നത്. ചെയ്ത് നോക്കാം. 25 ഇൻറ്റു 4 ഇൻറ്റു 3.15 അല്ലെങ്കിൽ എന്താ 12.56 ചെയ്താൽ മതി. കിട്ടും ആൻസർ 314.16 ലൂമൻ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലാമ്പ് ഓപ്പറേറ്റഡ് അറ്റ് ദ ബെസ്റ്റ് പവർ ഫാക്ടർ? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ലാമ്പാണ് അല്ലേ? ഏത് ലാമ്പാണ് ബെസ്റ്റ് പവർ ഫാക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്? അതായത് പ്യുവർലി റെസിസ്റ്റീവ് ലോഡിൽ ഫങ്ഷൻ ചെയ്യുന്നത് ഏത് ലാമ്പാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയും ചിലപ്പോൾ ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക കേട്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലാമ്പ് ഓപ്പറേറ്റഡ് അറ്റ് ദ ബെസ്റ്റ് പവർ ഫാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ലാമ്പാണ്? ഇൻകാൻഡിസൻ ലാമ്പാണ് കേട്ടോ. ഇൻകാൻഡിസൻ ലാമ്പാണ്. അപ്പോൾ ഇൻകാൻഡിസൻ ലാമ്പിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ്? പ്യുവർലി റെസിസ്റ്റീവ് ലോഡാണ്. അപ്പോൾ റെസിസ്റ്റീവ് സർക്യൂട്ട് നമ്മൾ AC ഫണ്ടമെൻ്റൽസിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? കറൻറ്റും വോൾട്ടേജും ഇൻ ഫേസ് ആയിരിക്കും. അതിൽ ഫേസ് ഷിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എന്താണ്? ഐഡിയൽ പവർ ഫാക്ടറാണ്, അല്ലെങ്കിൽ എന്താ യൂണിറ്റി പവർ ഫാക്ടറാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ബെസ്റ്റ് പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യുന്നത് ഏതാണ്? ഇൻകാൻഡിസൻ ലാമ്പ്. ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇൻകാൻഡിസൻ ലാമ്പിലാണ് അത്. അതായത് ഐഡിയൽ പവർ ഫാക്ടർ, ഐഡിയൽ, യൂണിറ്റി, I ഫോർ ഇൻകാൻഡിസൻ. അങ്ങനെയൊക്കെ നമ്മൾ ട്രിക്ക് വെച്ചിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ. ലാമ്പുകളല്ലേ, മറന്നു പോകാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ഇലുമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം. അപ്പോൾ നന്നായി പഠിച്ചു പോവുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.